ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേ 8 ആണ്. ഡേ 8ൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ്. പ്രാർത്ഥന എപ്പോഴും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മൾ എപ്പോഴും നമ്മളോട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പറയാറുള്ളത് എന്താ? ദൈവമേ, എനിക്ക് നല്ലൊരു വീടില്ല, എനിക്ക് നല്ലൊരു കാറില്ല, എനിക്ക് നല്ലൊരു ജോലിയില്ല. ഈ ഒരു രീതിയിലാണ് നമ്മൾ പ്രാർത്ഥന തുടങ്ങുന്നത് തന്നെ. നേരെ മറിച്ച് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥന തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ദൈവത്തോട് പറയുക, ദൈവമേ, എനിക്ക് നല്ലൊരു ആരോഗ്യമുള്ള ഒരു ശരീരം അങ്ങ് തന്നതിന് അങ്ങേക്ക് ഒരുപാട് നന്ദി. എനിക്ക് കാണാൻ കണ്ണുകൾ തന്നതിന് അങ്ങേക്ക് നന്ദി. എനിക്ക് കേൾക്കാൻ ചെവികൾ തന്നതിന് നന്ദി. എനിക്ക് നടക്കാൻ കാലുകൾ തന്നതിന് നന്ദി. നമ്മളുടെ ഓരോരോ ശരീരഭാഗങ്ങൾ നല്ല ആരോഗ്യത്തോടെ നമുക്ക് തന്നതിന് നമ്മൾ ദൈവത്തോട് എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഒരു നന്ദി വാക്ക് പറഞ്ഞുകൊണ്ടാവണം നമ്മളുടെ പ്രാർത്ഥന എപ്പോഴും തുടങ്ങേണ്ടത്. അല്ലാതെ എനിക്ക് നല്ലൊരു ജോലിയില്ല, എൻ്റെ കയ്യിൽ പണമില്ല, എനിക്ക് നല്ലൊരു വാഹനമില്ല, എല്ലാവർക്കും ഇതൊക്കെ ഉണ്ടല്ലോ, എനിക്ക് മാത്രം എന്താ, എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ഞാൻ മാത്രം എന്താ ഇങ്ങനെ പോകുന്നത്. ഇങ്ങനെയാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അപ്പോൾ ഇതിന്നൊക്കെ നമ്മളൊരു മാറ്റം വരുത്തിയിട്ട് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, അതുപോലെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, എന്താണോ പ്രവർത്തിക്കുന്നത്, ഇതാണ് നമ്മളുടെ ലൈഫിൽ ഇനി വന്നുകൊണ്ടിരിക്കുക. നമ്മൾ എന്ത് നെഗറ്റീവ് ചിന്തിക്കുമ്പോഴും സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുത്തിട്ട് ഈ ഒരു കാര്യമാണ് അവർക്ക് വേണ്ടത്, ഈ ഒരു കാര്യമാണ് അവർ എപ്പോഴും ചിന്തിക്കുന്നത്, ഇതാണ് അവർക്ക് വേണ്ടത് എന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അപ്പോഴെപ്പോഴും നമ്മളുടെ പ്രവൃത്തിയിലും വാക്കുകളിലും നമ്മൾ സൂക്ഷിച്ചിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറയാനും നമ്മൾ ശ്രമിക്കണം. ഞാനിടുന്ന ഓരോ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ട് എനിക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്കും ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. നിങ്ങളെല്ലാവരും ആ ഒരു വീഡിയോ കണ്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ കണ്ടറിയാൻ പറ്റും. നമ്മളെപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മളെപ്പോഴും 24 hours ഹാപ്പി ആയിട്ടിരിക്കുക. കഴിയുന്നതും നെഗറ്റീവ് പറയുന്ന ആളുകളിൽ നിന്ന് മാറി നിൽക്കുക. നെഗറ്റീവ് പറയാൻ അറിയാതെ നമ്മൾ പറഞ്ഞാൽ പോലും ക്യാൻസൽ പറഞ്ഞിട്ട് ആ നെഗറ്റീവിനെ നമ്മൾ ഇല്ലാതാക്കുക. നിങ്ങൾ എപ്പോഴും യൂണിവേഴ്സിനെ കൊണ്ട് ഓരോ കാര്യങ്ങൾക്കും നമ്മൾക്ക് ശ്വസിക്കാൻ ശുദ്ധമായ വായു തന്നതിന് നന്ദി, കഴിക്കാൻ ഭക്ഷണം തന്നതിന് നന്ദി, നമുക്ക് ജീവിക്കാൻ ഇങ്ങനെ ഒരു ഭൂമി അങ്ങ് സൃഷ്ടിച്ചതിന് നന്ദി, നമുക്ക് നല്ലൊരു വീട് നമുക്കിപ്പോൾ നല്ലൊരു വീടുണ്ടാവും. ചിലർക്ക് വാടക വീടാണെങ്കിൽ പോലും അങ്ങനെ ഒരു വീട് നമുക്ക് ദൈവം തന്നതുകൊണ്ടാണ് നമ്മൾ അവിടെ താമസിക്കുന്നത്. അതിന് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുക. ഈ ഗ്രേറ്റ്ഫുൾ ആവും തോറും നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല നല്ല സൗഭാഗ്യങ്ങൾ എത്തിക്കാനുള്ള മാർഗങ്ങളും നമ്മളെ മുന്നിൽ യൂണിവേഴ്സ് എത്തിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഈ ഒരു വീഡിയോയിൽ പറയുന്നത് പോലെ എപ്പോഴും താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മളുടെ പ്രാർത്ഥനയും ഒരു ദിവസവും നിങ്ങൾ തുടങ്ങി നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു, ലവ് യു.